മതിലകം ബൈപ്പാസിൻ്റെ മേലെ നിൽക്കുന്ന കേട്ടാ എന്താ കാഴ്ച നോക്കിയാൽ വൈഡറ്റ് പാലം നീണ്ടു നിവർന്നിങ്ങനെ കെട്ടിക്ക് അതിമനോഹരം എന്ന് തന്നെ പറയാം. ഞാൻ എൻ്റെ താഴത്തെ വശവും കാണിച്ചു തരാം കേട്ടാ. ഇതെൻ്റെ അടിവശമാണ്, നല്ല ചെളി കേട്ടോ, എന്നാലും കുഴപ്പമില്ല, അതിമനോഹരമായ കാഴ്ചയാണ്. ഇപ്പം എന്നാൽ വീഡിയോസിലേക്ക് കിടക്കാം. നമുക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതിലകം ബൈപ്പാസിൻ്റെ ഇന്നലത്തെ ബാക്കിയാണ് കേട്ടോ. ഇന്നലെ 3 പിടി മുതൽ കുറച്ച് ഭാഗം കാണിച്ചിരുന്നു ഇതിൽ. അപ്പോൾ അതിൻ്റെ ബാക്കി മുതലുള്ള കാഴ്ച എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും മണലാണ്. ഇപ്പോൾ ചോന്ന മണ്ണേക്കാൾ കൂടുതലും മണലാണ് കണ്ടത്. എന്താ വെച്ചാൽ മഴക്കാലത്തും മണലെടുക്കുന്നതിന് പ്രശ്നം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് മണൽ എല്ലാ ബൈപ്പാസിലും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മണലിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളെ. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്, നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇപ്പോൾ മഴ ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ, ഇനി നല്ല രീതിയിലാവും ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് വരിക കേട്ടോ. ഇപ്പോൾ നാട്ടിൽ പോയവരൊക്കെ തിരിച്ച് വന്ന് സ്റ്റാഫുകളൊക്കെ മഴയൊക്കെ ഒതുങ്ങിയപ്പോൾ ഇനി മഴ പെയ്യാണ്ടിരുന്നാൽ മതി. മഴ ഇല്ലെങ്കിലൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കും. കണ്ടില്ല, കറുത്ത മണലും സാധാരണ ടൈപ്പ് മണലൊക്കെ ഉണ്ട്. എല്ലായിടത്തും കൂടുതലും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് തന്നെ കണ്ടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ചിലപ്പോൾ ചുവന്ന മണ്ണും തട്ടിയിട്ട് മിക്സ് ആക്കും. ഇത് തെന്നിട്ട് ചെയ്യൽ കാണൽ വളരെ കുറവാണ്. ചിലപ്പോൾ ഒന്നുകൂടി ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സർവീസ് റോട്ടുകൾ അങ്ങനെ പോയോണ്ടിരിക്കുക കേട്ടോ. മതിലകം ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. പിന്നെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക എല്ലാവരും. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കുറേ കാലമായിട്ട് അങ്ങോട്ട് വന്നിട്ട് 1 വർഷത്തിന് മേലെ ഈ ബൈപ്പാസിലൊക്കെ കയറിയിട്ട് വീഡിയോ എടുത്തിട്ടൊക്കെ. അപ്പം ഞാനും നല്ല ആവേശത്തിലായിരുന്നു. വൈഡറ്റ് പാലം എപ്പോൾ എത്തുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും വൈഡറ്റ് പാലം തുടങ്ങിയോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനും ഭയങ്കര എൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ മേലെ പോട്ട് നോക്കി നിൽക്കുകയായിരുന്നു വൈഡറ്റ് പാലം കാണാനുള്ള ആവേശത്തിൽ. ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളൊരു ആ ത്രില്ലുണ്ടല്ലോ, വൈഡറ്റ് പാലം കാണാനുള്ള ആവേശത്തോടെ. അപ്പോൾ അത് എത്താത്തെന്താ വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഞാൻ വൈഡറ്റ് പാലം വിചാരിച്ചു. പക്ഷെ ഇത് വൈഡറ്റ് പാലമല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ ഇതാ ചുവന്ന മണ്ണ് ഇട്ടുണ്ട്, മണൽ കാണാനില്ല ഇവിടെ. ചുവന്ന മണ്ണ് ഈ പ്രാവശ്യം ഇട്ടതാ കുറച്ചൊക്കെ പുതിയത് കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചൊക്കെ തട്ടിയിട്ട് പോകുന്നുണ്ട്, പഴയതും ഉണ്ട്. പഴയതിലൊക്കെ പുല്ല് കണ്ടറിയാം നമുക്ക്, പുല്ല് വന്നത് കണ്ടില്ലേ. നമ്മൾ വന്ന വഴിയാണ്. കുറച്ച് ഭാഗത്തൊക്കെ ടാറിങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് ഒന്നും ആയിട്ടില്ല. ഫുള്ള് തെങ്ങും തോപ്പാണ് കേട്ടോ. അതായത് ഇവിടുന്ന് പിടിച്ച വാടാനപ്പള്ളിന്ന് പിടിച്ച അങ്ങനത്തെ ബൈപ്പാസൊക്കെ പോകണം ജാതി സ്ഥലമാണ്. ചതപ്പായ സ്ഥലം എന്ന് പറയില്ലേ, ചെളിയും തൂറുമൊക്കെ ആയിട്ട് ഇങ്ങോട്ടൊന്നും കടക്കാൻ പറ്റില്ല, അങ്ങനത്തെ സ്ഥലമായിരുന്നു. ഇവിടെയൊക്കെ അതാ കുറച്ച് ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലോങ്ങിൽ നിന്ന് കാണാണ്ട് കേട്ടോ വൈഡറ്റ് പാലം തുടങ്ങുന്ന സ്ഥലം. നമ്മൾ വൈഡറ്റ് പാലത്തിമക്ക് ആരംഭിക്കുന്ന സ്ഥലമാണിത്. ഇങ്ങനെ ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട്. പിന്നെ വൈഡറ്റിൻ്റെ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടു നോക്കി കേട്ടോ. എങ്ങനെ വൈഡറ്റ് പാലത്തിൻ്റെ മേലെയാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഇവർ കടത്തി വിടില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലത്തെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ, കാണിച്ചു തരാം. ലൈനിങ്ങൊക്കെ ബാക്കിയുണ്ട്, കറണ്ടിൻ്റെ വർക്കും അങ്ങനെ കുറേ വർക്കുകൾ കുറച്ച് ബാക്കിയുണ്ട്. എന്നാലും കണ്ടില്ലേ, ഈ സൈഡിലത്തെ കംപ്ലീറ്റ് വർക്ക് ടാറിങ് കഴിഞ്ഞിരിക്കണ്. ഇവർ കടത്തി വിടില്ല പറഞ്ഞിട്ടാണ് കുറച്ചൊരു നർത്തനൊക്കെ ആയിട്ടാണ് കടത്തി വിട്ടിട്ടാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പണി കഴിഞ്ഞിട്ടില്ല, പിന്നെ സേഫ്റ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കടത്തി വിട്ട്. അവർക്ക് അറിയാം, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായിട്ടോ, വീഡിയോ എടുക്കാൻ വന്നതാന്നൊക്കെ പറഞ്ഞപ്പോൾ. അത് കാര്യങ്ങൾ അറിയാത്തവരായിരുന്നു. അപ്പോൾ കാര്യങ്ങളായി ബോധ്യപ്പെട്ടവർ വന്നപ്പോൾ എന്നെ കടത്തി വിട്ടു. അപ്പം ഇനി നിലവിൽ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അവർ പെർമിഷൻ കിട്ടിയിട്ടുള്ളൊരു വീഡിയോസാണ്. കണ്ടില്ല, എന്തൊരു മനോഹരമായ കാഴ്ച നോക്കിയേ. ഒരു തെങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ തെങ്ങ് നിൽക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റും. ആ തെങ്ങിനോട് ഏകദേശം ഭയങ്കര ഹൈറ്റായിട്ടാണ് പോണത്. കണ്ടില്ലേ ചതുപ്പ്, കണ്ടില്ലേ ഈ സ്ഥലം നോക്കിയാൽ താഴത്ത് നോക്കുമ്പോൾ. ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഈ പാലം കടന്ന് പോണത് ഞാൻ കണ്ടു വെക്കി കേട്ടോ കാഴ്ച. ഞാൻ ഫുള്ളായിട്ട് തന്നെ കാണിച്ചു തരും. വൈഡറ്റ് പാലത്തിന് മേലെ കൂടെ പോയിട്ടും താഴത്ത് കൂടെ പോയിട്ടുള്ള കാഴ്ച കാണിച്ചു തരും കേട്ടോ. മേലെ കൂടെ മാത്രമല്ല കാണിച്ചു തരിക, താഴത്ത് കൂടെ ഉള്ള കാഴ്ചകളും കാണിച്ചു തരും. ഫുള്ളായിട്ട് കണ്ടു നോക്കിയൊക്കെ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്.
നിലവിൽ ആരെങ്കിലും കയറിയിട്ട് വീഡിയോസ് എടുത്തുണ്ടെന്ന് എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയൊന്നും പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കോൺക്രീറ്റിന് മേലെ കൂടെ പോകണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാട്ടാണ്, ഭയങ്കര ചാട്ടാണ്. ചില സ്ഥലത്തൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ടേ ആ സൈഡിൽ കൂടെ അവർ കടത്തി വിടുന്നുമില്ല. അങ്ങോട്ട് കിടക്കാനും കുറേ നോക്കി, പക്ഷെ അത് പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ വല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ലൈറ്റ് വെക്കണതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ സാധാരണയായിട്ട് ഇങ്ങനെ കയറാൻ പറ്റാറുണ്ട്, പക്ഷെ ഇവിടെ അത് പറ്റുന്നില്ല. നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കണ്ടോക്കി നോക്ക്, എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ പുഴ കാണാൻ. അപ്പോൾ ഈ പുഴയുടെ തീരത്തൊക്കെ നല്ലൊരു ഹോട്ടൽ കാര്യങ്ങളൊക്കെ തുടങ്ങട്ടെ. അതിൻ്റെ അടിവശത്താണ് പഴയ റോട്ടിലൂടെ നമ്മൾ വന്ന് ചേരുന്ന സ്ഥലം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഈ പറമ്പൊക്കെ ആൾക്കാർക്കൊക്കെ നല്ല ബിസിനസ് തുടങ്ങാൻ, നല്ല ഹോട്ടൽ, പുഴ തീരത്തൊക്കെയുള്ള ഭക്ഷണം, പുഴ മീനൊക്കെ കൂട്ടിയിട്ടുള്ള ചോറൊക്കെ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഭാഗത്ത് ബയോഡേറ്റിൻ്റെ അല്ല, അതുവരെയുള്ള മണ്ണിടേണ്ട ചെറിയൊരു ഭാഗം വർക്ക് തീർന്നിട്ടില്ല കേട്ടോ. ഇനി എനിക്ക് എന്തായാലും റിട്ടേൺ പോകാവണം, എന്നാലും എനിക്ക് അടിവശം കാണിച്ചു തരാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ തിരിച്ചു പോകും വേണം. തിരിച്ചു പോകണ വിഷമമൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ അടിവശം എന്തായാലും കാണിക്കാറുള്ളതുകൊണ്ട് ഞാൻ അടിവശത്തേക്ക് ഇറങ്ങി. അതുകൊണ്ട് ആ വിഷമമൊന്നുമില്ല. പക്ഷെ ഇവിടുന്ന് പോകാൻ ഭയങ്കര ചെളി, സർവീസ് റോഡ് ഇല്ല ഇവിടെ, അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിട്ടാണ്. എന്നാലും വേണ്ടില്ല, എന്തായാലും അടിവശം തീർത്തും കാണിച്ചു തരും കേട്ടോ. ഫുള്ളായിട്ട് തന്നെ കാണിച്ചു തരും. മേൽവശം ഫുള്ളായിട്ട് കാണിച്ച് ഇനി അടിവശം എന്തായാലും കാണിച്ചു തരും. ഭയങ്കര ചെളിയുണ്ട്, മഴ പെയ്തിട്ടൊക്കെ കുളമായിട്ട് കിടക്കുന്നു. മഴ പെയ്ത് 2 ദിവസം വെയിൽ കിട്ടിയോണ്ടായിട്ട് എങ്ങനെയും വരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അടിവശത്തേക്കൊന്നും തീരെ ഇറങ്ങാൻ പറ്റില്ല.